കൃപാസന അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലിൻ്റെ സന്നിധിയിൽ സാക്ഷ്യം പറയാനായി ഉയർത്തിത്തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ അനീഷ, കൊല്ലം ജില്ലയിൽ പ്രാക്കുളം എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ 2024 വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉടമ്പടിയെ പറ്റി വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ മെഴുകുതിരി കത്തിക്കും, പ്രാർത്ഥിക്കും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ വന്ന് ഉടമ്പടി വീണ്ടും വന്ന് പുതുക്കി അങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ എനിക്ക് അതിനകത്ത് ഞാൻ വിചാരിക്കുന്നത് ഈ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക എല്ലാം ചെയ്യുമ്പം നമുക്ക് ഓരോ നമ്മളെ ആഗ്രഹങ്ങൾ ഇങ്ങനെ സാധിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു കാശ് രൂപം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ആ കാശ് രൂപം നഷ്ടപ്പെട്ട് ഒരാഴ്ചയ്ക്ക് കഴിയുമ്പോൾ എനിക്കൊരു പ്രൈവറ്റ് ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയും നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഞാൻ മാതാവിനെ അങ്ങ് മറന്നു ഞാൻ പോകുന്ന വഴിക്കെല്ലാം മാതാവ് പക്ഷേ എന്നെ കാണിച്ചു തരുന്നുണ്ട്. മാതാവിൻ്റെ പത്രം കൊണ്ട് തരുന്നുണ്ട്. ലോക്കറ്റ് പോകുന്ന വഴിക്കെല്ലാം ആൾക്കാരുടെ ഇത് കഴുത്തിൽ കിടക്കുന്ന എല്ലാം എനിക്ക് മാതാവ് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ഞാനത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു ദിവസം രാത്രി ഞാൻ ഇത് കണക്ക് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ എനിക്ക് നാളെ വരണം, മാതാവേ എനിക്ക് മാതാവിനെ വന്ന് കാണണം, എനിക്കൊരു ജോലിയില്ല, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, എനിക്കൊരു ജോലി ഇല്ലാതെ പറ്റത്തില്ല മാതാവേ എന്ന് പറഞ്ഞു. അപ്പം രാവിലെ ഞാൻ എന്നും 6 മണിക്കൊക്കെ ഞാൻ എഴുന്നേക്കുന്നത്. ഒരു 5 മണിയായപ്പം ഒരു സൗണ്ട് കേട്ട് ഞാൻ പെട്ടെന്ന് ഉണർന്നപ്പോഴേക്കും അയ്യോ എനിക്ക് കൃപാസനത്തിൽ പോകണം. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് വെച്ചപ്പോൾ 6 നിയോഗങ്ങൾ എഴുതണം. അതിൽ ഒന്നാമത്തെ ഞാൻ എഴുതിയത്, മാതാവേ, അമ്മ മാതാവേ, എനിക്കൊരു ജോലി തരണം, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റുവാനുള്ള ഒരു ജോലി. അന്ന് വൈകിട്ട് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് അന്ന് വൈകിട്ട് ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം ഞാനിങ്ങനെ മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു ഇതുണ്ട്. അതിനകത്ത് ഒരു KSFE-യുടെ ഒരു ഒഴിവ് വന്ന് കിടക്കുന്നത്. ഞാൻ വന്നത് 14/11/2025 ഞാൻ ഉടമ്പടി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ അന്നാണ് ഞാൻ കാണുന്നത്. ലാസ്റ്റ് ഡേറ്റ് 15-ാം തീയതി. അപ്പം ഞാൻ ആലോചിച്ച്, ദൈവമേ, നാളെ ആ ലാസ്റ്റ് ഡേറ്റ്. ഇതിൻ്റെ അന്നേരം ആപ്ലിക്കേഷൻ ഞാൻ ഇതിനകത്ത് നോക്കിയപ്പം പിന്നെ അക്ഷയ പോയാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒന്നും അതിനകത്ത് കൊടുത്തിരിക്കുന്നില്ല. അത് അടിച്ച് നോക്കിയിട്ട് അത് വരുന്നതുമില്ല. അങ്ങനെ ഞാൻ അതിൻ്റെ റീജിയൺ ഓഫീസിൽ കൊല്ലത്ത് ചെന്നപ്പം പറഞ്ഞ് ഇത് അക്ഷയയിലാണ് ചെയ്യേണ്ടുന്നത് എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ അവിടെ റീജിയൺ ഓഫീസിൽ കയറുന്നതിന് മുമ്പേ ഞാൻ ഈ ഉപ്പും പിന്നെ ഈ വിശ്വാസ പ്രമാണവും ചൊല്ലി ഉപ്പ് വിതറിക്കൊണ്ട് ഞാൻ ചെല്ലുന്നത്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മയെ അക്ഷയയിൽ പോയാൽ ഇനി അവിടെ ഇത് നെറ്റിൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ എനിക്കിത് ഇത് അപേക്ഷ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അമ്മേ, ഇന്നൊരു ലാസ്റ്റ് ഡേറ്റാ, എന്ത് ചെയ്യും അന്ന് ഞാൻ വിഷമിച്ച് ഇങ്ങനെ അവിടെ തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുക, എങ്ങോട്ട് പോകണമെന്നറിയാതെ. അപ്പോൾ ഒരു സാർ അവിടെ നിന്നുകൊണ്ട് എന്നെ കൈയാട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഇയാൾ അപേക്ഷ കൊടുക്കാൻ വന്നേല്ലയോ? ഞാൻ പറഞ്ഞു, ഇവിടെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, നോക്കട്ടെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അത് ഒരു സാർ ഇന്ന് ലീവ്, ആ സാറ് വന്നെങ്കിലേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിഷമിച്ച്, ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഒരു സാറ് വന്ന് പറഞ്ഞ്, ഇയാളിഞ്ഞ് വാ, ഇവിടെ ഞാൻ നോക്കട്ടെ, ഇവിടെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ സാറ് വാങ്ങിച്ച് എൻ്റെ ആപ്ലിക്കേഷൻ ഫോം ചെയ്ത് എനിക്കതിൻ്റെ ചെയ്തതിൻ്റെ ഇതും തന്നു കഴിഞ്ഞപ്പം അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൊണ്ട് എന്നെ അവിടുന്ന് വിളിക്കുന്നു, ഇയാൾക്ക് ലെറ്റർ ഇവിടുന്ന് വിട്ടായിരുന്നു, നാളെയാ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അന്ന് വൈകിട്ട് ഒരു 5 മണിയായപ്പോഴാണ് എനിക്ക് ഈ ഫോൺ വരുന്നത്. അങ്ങനെ ഞാൻ പിറ്റേന്ന് ഇൻ്റർവ്യൂവിന് ചെന്ന് ഞാൻ വീട്ടിൽ നിന്ന് വിശ്വാസ പ്രമാണവും പ്രാർത്ഥിച്ചിറങ്ങി. ഉപ്പുമായിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ, എനിക്ക് ഇൻ്റർവ്യൂ ഇത് പാസ്സാവണമെന്നുണ്ടെങ്കിൽ ഒരു അടയാളം തരണം, എനിക്കിത് കിട്ടുവാന്ന് എനിക്കൊരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ചെന്ന് കയറിയപ്പം ഞാൻ ആ ബസ്സിൽ കയറുന്നവരെല്ലാം ഞാനിങ്ങനെ നോക്കും, ദൈവമേ, അമ്മയുടെ ഒരു അടയാളം കാണിച്ച് തരുന്നില്ലല്ലോ അമ്മ മാതാവ് എന്താ അടയാളം കാണിച്ച് തരാത്ത? അങ്ങനെ ഞാൻ എല്ലാവരും ബസ്സിൽ കയറുന്നപ്പോഴും എല്ലാവരെയും കഴുത്തേലാണ് നോക്കുന്നത്. ഞാൻ കാശ് രൂപം ഇങ്ങനെ കാണും, അത് കാണുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ ആ ബസ് സ്റ്റോപ്പ് ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പ് ഇറങ്ങാറായപ്പോൾ ഉണ്ട്, ദൈവമേ, അമ്മ മാതാവ് എൻ്റെ കൂടെ ഇല്ലയോ? അപ്പോഴുണ്ട് ആ ബസ്സിൻ്റെ ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ പുറകിലായിട്ട് അമ്മ മാതാവിൻ്റെ രൂപം ഞാൻ കണ്ടു. അപ്പോൾ എനിക്കത് ഉറപ്പായി, ഇന്ന് ഞാൻ ഇൻ്റർവ്യൂ പാസ്സാവുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്, കിട്ടുമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നപ്പം എനിക്കറിയാവുന്ന ഒരു സാറാണ് എന്നെ അവിടെ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പം ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങി ഒരു 5 മിനിറ്റ് പറഞ്ഞ്, അനീഷ അവിടെ നിൽക്കണേന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അനീഷ സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പം പറഞ്ഞു, ഇനി വീട്ടിൽ ലെറ്റർ വരുമ്പോൾ ഇവിടെ വരണമെന്ന് പറഞ്ഞു.
അങ്ങനെ എനിക്ക് ഞാൻ SLC ബുക്കിനകത്ത് കൊടുത്ത അഡ്രസ്സ് എൻ്റെ അഡ്രസ്സ്, ഞാൻ താമസിക്കുന്നത് വേറെ അഡ്രസ്സ് വരുന്നു. അപ്പോൾ SLC ബുക്കിനകത്ത് അഡ്രസ്സിലാണ് അവർ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇട്ടത്. അപ്പം ഞാൻ ചെല്ലേണ്ട ഡേറ്റ് തലേന്നായപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനീഷേ നാളെ ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മേഡം എനിക്ക് ലെറ്ററൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടുന്ന് അന്ന് ഉടമ്പടി എടുത്തിട്ട് പോയപ്പം ഞാൻ ഇവിടെ നിന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ എനിക്ക് അഥവാ ഒരു ജോലി കിട്ടുമോ? ഞാൻ ഗവൺമെൻറ് ജോലിയെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ട് പോയത്, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുവാൻ എനിക്കൊരു ജോലി തരണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ എനിക്ക് വന്നതൊരു ഗവൺമെൻറ് ജോലിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ ഞാൻ ഈ ജോലി എനിക്ക് അഥവാ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഞാൻ ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ടേ ഞാൻ അവിടെ കയറത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതേണക്ക് ഞാൻ ഈ അപ്പോയിൻമെൻറ്റ് ഓർഡറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. എനിക്ക് ജൂൺ 3 എനിക്ക് ജോലിക്ക് കയറേണ്ടുന്നത്. ഞാനിവിടെ ജോസഫ് അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞത്. അതേണക്ക് ഈ കവർ ഞാൻ പൊട്ടിച്ച് എൻ്റെ ഹസ്ബൻഡിന് മാത്രം കാണിച്ചിട്ട് ജോസഫ് അച്ഛൻ്റെ അടുത്താണ് ഞാനിത് കൊണ്ടുവന്നത്. അപ്പം ഞാൻ ഒരു കാര്യം ഞാൻ ഇവിടെ വരുന്നിരിക്കുന്ന വിശ്വാസികളോട് പറയുകയാണ്, ഈ മണ്ണി വന്ന് ആര് ചവിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ദുഃഖമുണ്ടെങ്കിലും അത് മാറുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ്. ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ ഞാനത് നിസ്സാരമായി കണ്ട ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ട് എന്നെ അമ്മ കൈവിട്ടില്ല. ഞാൻ പക്ഷേ അമ്മ മാതാവിൽ നിന്നും അകന്നുപോയി. അതിനാണ് എന്നേക്ക് അടയാളമായിട്ട് തന്നത് അമ്മയുടെ കാശുരൂപം പോയി. അപ്പോഴേ എൻ്റെ അമ്മ കാശുരൂപം പോയപ്പോൾ എനിക്ക് അന്നേരം തൊട്ട് എൻ്റെ കഷ്ടകാലം തുടങ്ങി. എൻ്റെ ജോലി പോയി. അപ്പോഴും ഞാൻ തിരക്കിയപ്പം പറഞ്ഞു, കാശുരൂപം ഇവിടെ വന്ന് അല്ല, ഉടമ്പടി എടുത്ത അങ്ങനെ ഒരു കാശുരൂപം കിട്ടണമെങ്കിൽ പുതുതായിട്ട് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുതുതായിട്ട് ഉടമ്പടി എടുത്തതിനകത്ത് എനിക്ക് ആദ്യം വന്ന ആ ഉടമ്പടി തെറ്റി വന്നതാണ് ഞാൻ അനുഭവിച്ച്. നമ്മൾ പിന്നെ ഈ മാതാവുമായിട്ടുള്ള കരാർ ഉടമ്പടി എന്ന് പറയുന്നത് സത്യമാണ്. അത് നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ ചുമ്മാതെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മാതാവ് ഒന്നും തരത്തില്ല. നമ്മൾ മനസ്സറിഞ്ഞ് ഉരുകി മാതാവിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ നിമിഷമായാലും നിങ്ങൾക്ക് അതിനൊരു പ്രയോജനം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ച ഒരു ഇതാണ്. എന്ത് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് മറ്റുള്ളവർക്കത് മനസ്സിലാവണമെന്നില്ല. നമ്മളെപ്പോലെ തന്നെ ദുഃഖം അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവത്തുള്ളൂ. ഇന്ന് ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അമ്മ മാതാവിനെയും ഈശോയെയും മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ കൊല്ലത്ത് ഡിസ്ട്രിക്റ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി പത്രം ഞാൻ കൊടുക്കും. പത്രം കൊടുക്കുന്നത് പിന്നെ പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് കണക്ക് വായിക്കണം, പിന്നെ അതേ കണക്ക് ഞാൻ ചോറ് ആഹാരം അത് കൊടുക്കും എന്നെ കൊണ്ടാവുന്നത്. ഇപ്പം ഞാൻ ഇവിടെ വെച്ചൊരു പ്രതിജ്ഞ ചെയ്യുവാണ്, എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് എനിക്കൊരു ജോലി കിട്ടിയത്. അതിനകത്തുനിന്ന് ഒരു വരുമാനം ഒരു പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കും എന്ന് ഞാൻ ഈ മാതാവിൻ്റെ അൾത്താരയിൽ നിന്ന് ഞാൻ സാക്ഷ്യം ചെയ്യുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഈശോയ്ക്കും 1000 നന്ദി. എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണിത്. ഞാനൊരു ഹിന്ദു വിശ്വാസിയായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ വായിക്കുന്ന ബൈബിള് ഞാൻ വായിക്കും. പിന്നെ ഇതേണക്ക് അച്ഛൻ്റെ പ്രാർത്ഥന അത് ഞാൻ കേൾക്കും. അതെല്ലാം ഉണ്ട്. ഞാനിപ്പോൾ കയറിയിരിക്കുന്നത് KSFയിൽ ബിസിനസ് പ്രൊമോട്ടറായിട്ടാണ് ഞാൻ കയറിയിരിക്കുന്നത്. എനിക്ക് ഈ ജൂൺ 3 കയറേണ്ടുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിക്കും നന്ദി. ഇനി മുന്നോട്ടും ഈ ഉടമ്പടിയായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ ഇത് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന വിശ്വാസികളും അങ്ങനെയുള്ളതായിരിക്കണം. നന്ദി. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സങ്കീർത്തനം 91:14 ദൈവത്തെ ഹൃദയത്തിൽ സ്നേഹിക്കുന്നവർ ഞാൻ അവനെ രക്ഷിക്കുമെന്നാണ് വചനം പറയുന്നത്. എൻ്റെ നാമം അറിയുന്നവർ, ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നവർ ഞാൻ അവരെ സംരക്ഷിക്കും, അനുഗ്രഹിക്കും എന്നാണ്. ദൈവസ്നേഹവും വിശ്വാസവും ഉള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. ഉടമ്പടിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രക്ഷയും ഉയർച്ചയും ഉറപ്പാണ് എന്നുള്ള ഒരു നല്ല ദൈവാനുഭവ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. അനിഷ എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്ന്. ഈ മകള് കൃപാസനം ഉടമ്പടി എടുത്തു. കൃപാസനം ഉടമ്പടിയിൽ പ്രാർത്ഥനാ ജീവിതം വെറും ചൊല്ലുന്ന പ്രാർത്ഥനയാണെന്ന് കരുതി പ്രാർത്ഥിച്ചു. പക്ഷെങ്കിൽ നമ്മുടെ കൃപാസനം ഉടമ്പടി പ്രാർത്ഥനിക്കുന്ന മാത്രമല്ല, ചൊല്ലുന്ന മാത്രമല്ല,
ചെയ്യുന്ന ഒരു പദ്ധതിയാണെന്ന് പിന്നീടാണ് ഈ മകൾക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഈ വചനം പറഞ്ഞത്, അവർ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവരെ രക്ഷിക്കുമെന്നാണ്. അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഒരുപക്ഷേ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നീട് കയ്യിൽ നിന്ന് കാശുരൂപ നഷ്ടമായി, ജോലി പോയി. അപ്പോഴെന്തൊക്കെയോ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലായ നിമിഷങ്ങളിൽ ഈ മകള് ആ ദൈവത്തോട് ഒട്ടി നിൽക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. ആ രക്ഷിക്കുന്ന ദൈവത്തിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെയാണ് ഇവിടെ വരികയും പിന്നീട് ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടു പോയാൽ നമുക്കറിയാം പുതിയ ഉടമ്പടി എടുത്ത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഈ മകള് പരിശുദ്ധ അമ്മയെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്, ഒരു സാധാരണ ജോലിക്ക് വേണ്ടി. അന്നു മുതലാണ് ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ നിബന്ധനകളനുസരിച്ച് പാലിച്ച് ജീവിക്കുവാൻ തുടങ്ങിയത്. ഉടമ്പടി എടുത്തത് 14-ാം തീയതിയാണ്. അന്ന് വൈകുന്നേരമാണ് യാദൃശ്ചികമായിട്ട് ഒരു മൊബൈലിൽ ഒരു മെസ്സേജ് കാണുകയും അത് ഒരു ജോലിയെപ്പറ്റിയാണ്. 15 നവംബർ 15-ാം തീയതി നവംബർ ലാസ്റ്റ് ഡേറ്റാണ് കാണിച്ചത്. അതും ആ ഫോം ഫില്ലപ്പ് ചെയ്ത് ആപ്ലിക്കേഷൻ അയക്കണമെങ്കിൽ അക്ഷയയിൽ കൂടി വേണം പോകാനായിട്ട്. പക്ഷേ ഈ മകളുടെ മനസ്സിലെ ഉൾപ്രേരണ മൂലം അക്ഷയയിൽ പോയാൽ എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം കാണുമെന്ന് വിചാരിച്ച് നേരെ തന്നെ റീജിയണൽ ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ആ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു പക്ഷേ അത് പരിശുദ്ധ അമ്മ തന്നെ ഒരു നേർപെട്ടുള്ള ഒരു ഇടപെടലാണ്. ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറഞ്ഞ പോലെ ഈ മകളുടെ ജീവിതത്തിലും എവിടെ പോയാലും നേർച്ച വസ്തുക്കളുമായിട്ടാണ് ഈ മകൾ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പോയത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അന്ന് ആ റീജിയണൽ ഓഫീസ് ചെന്നപ്പോൾ ഒരു പർട്ടിക്കുലർ പേഴ്സൺ വാസ് ദെയർ. ഒരു നല്ലൊരു സാറ് സഹായിക്കാൻ സന്മനസ്സുള്ള കാണിച്ചു. അതും പരിശുദ്ധ അമ്മയുടെ ഒരു നല്ല ഇടപെടലാണെന്ന് തന്നെയാണ്, അമ്മയുടെ സാന്നിധ്യമാണ് ആ സാറിൽ കൂടി ഈ മകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ അതെല്ലാം വേണ്ടപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. 2 ആഴ്ചയോളം പ്രാർത്ഥനയിലും ഒഴുകി ഈ മകൾ ഉടമ്പടിയുടെ നിബന്ധനകളനുസരിച്ച് പാലിച്ച് ജീവിച്ചു. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ മകൾക്ക് സെലക്ഷന് ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഓരോ പ്രാവശ്യം ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോഴാണ് ഈ മകൾ വീണ്ടും ഉടമ്പടി തൈലം, കാശുരൂപം, വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പുമായിട്ടാണ് ഈ മകൾ പ്രാർത്ഥിച്ചു പോയത്. അവിടെ പോയപ്പോഴും ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഒരു അമ്മയോട് പറഞ്ഞ് അമ്മ എൻ്റെ കൂടെ ഉണ്ടോ എന്നുള്ളൊരു അടയാളമാണ് ചോദിച്ചത്. പലരെയും നോക്കി എവിടെയെങ്കിലും ഉടമ്പടി കാശുരൂപമുണ്ടോ, അമ്മ എൻ്റെ കൂടെ ഉണ്ടോ എന്നുള്ളൊരു സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട്. പക്ഷെങ്കിൽ എങ്ങും കണ്ടില്ല. ബസ്സിൽ നിന്നിറങ്ങി ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പോയപ്പോൾ ആ ബസ്സിൻ്റെ പുറകിൽ കൃപാസനം അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ മകൾക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ, സഞ്ചാരി മാതാവ് എൻ്റെ കൂടെയുണ്ടെന്ന്. ആ ഉറപ്പിലാണ് ഈ മകൾ ഇൻ്റർവ്യൂവിന് പോയത്. അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമാണ്, ഒരു വലിയ ഇടപെടലാണ്. ആ പ്രാർത്ഥന കേട്ട ഒരമ്മ, കൃപാസന അമ്മ, ഈ മകൾക്ക് നല്ലൊരു ജോലി നൽകി ആ ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിച്ചു. കേരള സ്റ്റേറ്റ് ഫിനാൻസ് എൻ്റർപ്രൈസസിൽ ബിസിനസ് പ്രൊമോട്ടറായിട്ടാണ് ഇന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്ററുമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അനീഷ ഇന്ന് അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് വന്നിരിക്കുന്നത്. അതും പറയാൻ മറന്നില്ല. കാരണം ഈ മകൾ പറഞ്ഞത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിക്കഴിഞ്ഞ് നന്ദിയുടെ ആ വചനം പറഞ്ഞ് ഞാൻ മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷമേ ഞാൻ ജോലിക്ക് കയറൂ എന്നാണ് ഈ മകൾ പ്രാർത്ഥിച്ചിരുന്നത്. അതിന് പ്രകാരമാണ് അമ്മയ്ക്ക് നന്ദി പറയാനും ഈശോയെ മഹത്വപ്പെടുത്തുവാനും അനീഷ മറന്നില്ല. അത് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറയാൻ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച, കൃപാസനം അമ്മയുടെ മധ്യസ്ഥയിലൂടെ ലഭിച്ച ഈ ജോലിക്ക് വേണ്ടിയിട്ടും ഈശോയുടെ അനുഗ്രഹത്തിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ടാണ് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. അവൾ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കുമെന്നാണ് വചനമാണ് നാം ഓരോരുത്തരോടും പരിശുദ്ധ അമ്മയും നമ്മളോട് പറയുന്നത്. നമുക്കും ആ ഈശോയുടെ അമ്മയുടെ ഒട്ടി നിൽക്കുവാനായിട്ട് ശ്രമിക്കാം. ഉടമ്പടി ഒരു വഴിയാണ്. ആത്മീയ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ ഒട്ടി നിൽക്കാനുള്ള ഈ കാലഘട്ടത്തിൻ്റെ ഒരു പുതിയ പദ്ധതിയാണ് ഉടമ്പടി. ഭയങ്ങളിൽ വിശ്വാസവും സംശയങ്ങളിൽ ദൈവം എന്നെ വിടുവിക്കും എന്ന ഒരു വിശ്വാസം, ബുദ്ധിമുട്ടുകളിൽ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നൊരു വിശ്വാസം. ഉടമ്പടിയിൽ ദൈവം നമ്മെ രക്ഷിക്കും, ഉയർത്തും, അനുഗ്രഹിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. കർത്താവിൻ്റെ വാഗ്ദാനം പോലെ ആ
ഈശോയുടെ സാന്നിധ്യമാണ്, ഉടമ്പടിയിൽ നമുക്ക് സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ആ സാന്നിധ്യം നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിലും അനുഭവപ്പെടുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനീഷയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.